പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ബുദ്ധിമാന്മാരും വിവേകികളും ആയിരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് യേശുവിൻ്റെ വചനങ്ങളെക്കുറിച്ച്. എന്നാൽ ശിശുക്കളാകുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവർ ചെയ്യുന്നു. നിഷ്കളങ്കരായ ശിശുക്കളെ പോലെ നമ്മൾക്കാകാം. അങ്ങനെയാകുമ്പോൾ ദൈവത്തിൻ്റെ വെളിപാടുകളെല്ലാം നമ്മൾ വിശ്വസിക്കും. ദൈവത്തെ ചോദ്യം ചെയ്യാതെ വചനത്തിൽ വിശ്വസിച്ചു കൊണ്ട്, വചനത്തെ വിചിന്തനം ചെയ്തുകൊണ്ട് വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അങ്ങനെയാകുമ്പോൾ ത്രിത്വേക ദൈവം നമ്മളെ സ്നേഹിക്കും. നിറയെ ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി അങ്ങനെ നേടിയെടുക്കുകയും ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുസഭ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. കർമ്മല മലയിലാണ് കർമ്മലീത്ത സഭയുടെ ആരംഭം. സഭയുടെ സുപ്പീരിയർ ജനറലായിരുന്ന സൈമൺ സ്റ്റോക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കർമ്മലിത്വര്യം നൽകിയതിനെ തുടർന്നാണ് 13-ാം ശതാബ്ദം മുതൽ ലോകമെങ്ങുമുള്ള ദൈവമാതൃഭക്തർ കർമ്മലിത്ത ഉത്തരീയം ധരിക്കുവാൻ തുടങ്ങിയത്. ഉത്തരീയം ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഉത്തരീയം ധരിച്ചുകൊണ്ട് മരിക്കുന്നവർ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നുണ്ട്. മാതാവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മൾ ഉത്തരീയം ധരിക്കുമ്പോൾ അവിടെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. മാതാവ് നമ്മളെ മാനസാന്തരത്തിലോട്ട് നയിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി ജീവിച്ച് സ്വർഗത്തിന് അർഹരാകും. എല്ലാവരും ഉത്തരീയം ധരിക്കുവാനായിട്ട് മാതാവ് ആവശ്യപ്പെടുന്നത് പോലെ ഞങ്ങളും കർമ്മലീത്ത സഭ അംഗങ്ങളാണ്. കർമ്മലീത്ത സഭ അംഗങ്ങൾ ഉത്തരീയം ധരിക്കുവാനായിട്ട് എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഉത്തരീയം ധരിക്കാം. മാതാവിൻ്റെ ആ സംരക്ഷണം, നമ്മൾ ഉത്തരീയം ധരിക്കുമ്പോൾ മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നു. പിശാച് നമ്മളിൽ നിന്നും അകന്നു പോകും. മാതാവിനെ അനുകരിച്ച് ജീവിക്കാം. കർമ്മലീത്ത സഭ അംഗം എന്ന നിലയിൽ ദൈവവചനത്തിന് ധാരാളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദൈവവചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാം. എപ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ് എപ്പോഴും സ്വർഗവുമായിട്ട് ഒന്നായിരിക്കുന്നത് നല്ലത് തന്നെ. ചെറിയ ചെറിയ സുഹൃത ജപമെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ നമുക്ക് ഓരോ പ്രാവശ്യവും വിശദീകരിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.